നമസ്കാരം. തൃശൂർ റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ഞാൻ ആന്റോ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത്ത് ജ്വല്ലറി, MG റോഡ്, രാംദാസ് തിയേറ്ററിന് സമീപം, തൃശൂർ. പൊതുബജറ്റിൽ ഒട്ടേറെ ക്ഷേമ പദ്ധതികൾ. ആദായ നികുതി പരിധി 2.5 ലക്ഷമാക്കി ഉയർത്തി. മദ്യത്തിനും മൊബൈലിനും ടെലിവിഷനും വില കുറയും. കുറഞ്ഞ പെൻഷൻ 1000 രൂപയാക്കി. കേരളം ഏറെ പ്രതീക്ഷിച്ചിരുന്ന വിഴിഞ്ഞം പദ്ധതിയും എയിംസും ബജറ്റിൽ അവഗണിക്കപ്പെട്ടു. എയിംസിന് പകരമായി IIT. കൊച്ചി മെട്രോയ്ക്ക് സഹായം നൽകുമെന്നും പ്രഖ്യാപനം. വ്യാജ സർട്ടിഫിക്കറ്റുകൾ നിർമ്മിച്ചു നൽകുന്ന സംസ്ഥാനാന്തര സംഘത്തിലെ 4 പേരെ തൃശൂർ വെസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തു. സംഘത്തിൽ കൂടുതൽ പേർ ഉള്ളതായി അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചു. തൃശൂർ നഗരത്തിൽ ഏർപ്പെടുത്തിയ ഗതാഗത പരിഷ്കാരത്തിന്റെ 2ാം ഘട്ടം ഈ മാസം 15-ന് പൂർത്തീകരിക്കും. വൺ വേ സമ്പ്രദായങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്തിയുള്ള ഗതാഗത പുനഃപരിഷ്കാരമാണ് നടത്തുന്നതെന്ന് മേയർ രാജൻ ജെ പല്ലൻ. ബാങ്ക് കവർച്ചാ കേസിലെ പ്രതിയെ കഞ്ചാവുമായി കുന്നംകുളം എക്സൈസ് പിടികൂടി. വീടിന്റെ ടെറസിൽ കഞ്ചാവ് ചെടി നട്ടുവളർത്തിയ ഗൃഹനാഥനെ അന്തിക്കാട് എക്സൈസ് അറസ്റ്റ് ചെയ്തു. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. മോദി സർക്കാരിന്റെ പ്രഥമ പൊതു ബജറ്റിൽ പ്രതിരോധ മേഖല അടക്കമുള്ള രംഗങ്ങളിൽ വിദേശ നിക്ഷേപം അനുവദിച്ചു. ആദായ നികുതി പരിധി ഉയർത്തിയത് സാധാരണക്കാർക്ക് പ്രയോജനകരമാകും. ബാധ്യതയാകുന്ന നികുതി നിർദ്ദേശങ്ങളില്ലെന്ന പ്രഖ്യാപനത്തോടെയാണ് ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി ബജറ്റ് അവതരണം തുടങ്ങിയത്. വ്യവസായ കാർഷിക മേഖലയ്ക്ക് മുൻതൂക്കം നൽകുന്ന ബജറ്റ് ഭക്ഷ്യ പെട്രോളിയം സബ്സിഡി പുനഃപരിശോധിക്കണമെന്ന നിർദ്ദേശം മുന്നോട്ട് വച്ചിരിക്കുന്നു. പ്രധാനപ്പെട്ട ബജറ്റ് പ്രഖ്യാപനങ്ങൾ ഇവയെല്ലാമാണ്. ആദായ നികുതി പരിധി 2 ലക്ഷത്തിൽ നിന്ന് 2.5 ലക്ഷമാക്കി ഉയർത്തി. മുതിർന്ന പൗരന്മാർക്ക് ആദായ നികുതി പരിധി 2.5 ലക്ഷത്തിൽ നിന്ന് 3 ലക്ഷമാക്കി. പ്രതിരോധ മേഖലയിൽ 49% വിദേശ നിക്ഷേപം. 100 ആധുനിക നഗരങ്ങൾ. 100 സ്മാർട്ട് സിറ്റികൾക്കായി 7060 കോടി. കാർഷിക ജലസേചന മേഖലയ്ക്ക് 1000 കോടി. പട്ടിക വിഭാഗങ്ങൾക്ക് 50,548 കോടി. കുറഞ്ഞ പെൻഷൻ 1000 രൂപയാക്കി. ഗ്രാമീണ സഡക് യോജന പദ്ധതിക്ക് 14,350 കോടി. സ്ത്രീ സുരക്ഷയ്ക്ക് 500 കോടി. നഗരവികസനത്തിനായി 50,000 കോടി. മദ്രസ വികസനത്തിനായി 100 കോടി. സർവശിക്ഷാ അഭിയാൻ 28,635 കോടി. 16 പുതിയ തുറമുഖങ്ങൾക്കായി 11,000 കോടി. 7 വ്യവസായ സ്മാർട്ട് സിറ്റികൾ. 8 ലക്ഷം കോടി കാർഷിക വായ്പ. പാവപ്പെട്ടവർക്ക് അരിയും ഗോതമ്പും കുറഞ്ഞ വിലയ്ക്ക്. കർഷകർക്കായി കിസാൻ TV ചാനൽ. 2ാം ഹരിത വിപ്ലവം സാധ്യമാക്കുമെന്ന പ്രഖ്യാപനം. ദേശീയപാത വികസനത്തിനായി 37,000 കോടി. വാതക പൈപ്പ് ലൈൻ 15,000 കിലോമീറ്റർ വർദ്ധിക്കുമെന്ന പ്രഖ്യാപനം. കാലാവസ്ഥാ വ്യതിയാന പഠനത്തിന് പ്രത്യേക പദ്ധതി. ലൈംഗിക വിദ്യാഭ്യാസം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തും. രാസവള നയം രൂപീകരിക്കും. ചെറുകിട ഭവന വായ്പയ്ക്ക് ഇളവുകൾ. ഗുജറാത്തിൽ പട്ടേൽ പ്രതിമയ്ക്ക് 200 കോടി. സൗരോർജ്ജ പദ്ധതികൾക്കായി 500 കോടി. ബ്രെയിലി ലിപിയിൽ കറൻസി. തൊഴിലുറപ്പ് പദ്ധതി ഇനി ശ്യാമപ്രസാദ് മുഖർജിയുടെ പേരിൽ. കള്ളപ്പണം തിരിച്ചുകൊണ്ടുവരാൻ നടപടി. സ്വകാര്യ പങ്കാളിത്തത്തോടെ വിമാനത്താവളങ്ങൾ. നാഷണൽ സ്പോർട്സ് അക്കാദമിക്ക് 200 കോടി. മണിപ്പൂരിൽ കായിക സർവകലാശാലയ്ക്ക് 100 കോടി. മിഷൻ ഗംഗ പദ്ധതിക്ക് 2037 കോടി. പെൺവിദ്യാഭ്യാസത്തിന് പ്രത്യേക പദ്ധതി. എല്ലാ കുടുംബങ്ങൾക്കും ബാങ്ക് അക്കൗണ്ട്. പൂനെയിൽ ദേശീയ വ്യവസായ ഇടനാഴി. ഭൂമിയില്ലാത്ത കർഷകർക്ക് 5 ലക്ഷം രൂപയുടെ സഹായം. എല്ലാ സംസ്ഥാനങ്ങളിലും എയിംസിനായി പദ്ധതി. ആദ്യഘട്ടത്തിൽ 4 ഇടങ്ങളിൽ. കേരളത്തിലടക്കം 5 IITകൾ. പദ്ധതിക്ക് 500 കോടി. സ്റ്റാർട്ടപ്പ് വില്ലേജുകൾക്ക് 100 കോടി. എല്ലാ വീട്ടിലും വൈദ്യുതി. മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരുമാറ്റത്തിനെതിരെ ബജറ്റ് അവതരണത്തിനിടയിൽ പ്രതിപക്ഷ പ്രതിഷേധമുയർന്നു. ചരിത്രത്തിൽ ആദ്യമായി ബജറ്റ് അവതരണത്തിൽ ഇടവേള അനുവദിച്ചതിനും സഭ സാക്ഷ്യം വഹിച്ചു. ന്യൂസ് ഡെസ്ക് TCV. കേരളം ഏറെ പ്രതീക്ഷിച്ചിരുന്ന വിഴിഞ്ഞം പദ്ധതിയും എയിംസും ബജറ്റിൽ അവഗണിക്കപ്പെട്ടു. എയിംസിന് പകരമായി IIT അനുവദിച്ചു. കൊച്ചി മെട്രോയ്ക്കും സഹായം നൽകുമെന്നും പ്രഖ്യാപനം. എല്ലാ സംസ്ഥാനങ്ങളിലും ഘട്ടം ഘട്ടമായി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് അനുവദിക്കുമെന്ന് പ്രഖ്യാപിച്ച കേന്ദ്ര ധനമന്ത്രി കേരളത്തിന് നേരത്തെ വാഗ്ദാനം ചെയ്ത എയിംസ് അനുവദിച്ചില്ല. ആദ്യഘട്ടത്തിൽ 4 ഇടങ്ങളിലാണ് എയിംസ് അനുവദിച്ചത്. കേരളത്തിലടക്കം 5 ഇടങ്ങളിൽ IIT അനുവദിച്ചിട്ടുണ്ട്. 16 പുതിയ തുറമുഖങ്ങൾ ബജറ്റിൽ പ്രഖ്യാപിച്ചുവെങ്കിലും വിഴിഞ്ഞത്തെക്കുറിച്ച് യാതൊരു പരാമർശവുമില്ലാത്തത് കേരളത്തിന് തിരിച്ചടിയായി. കൊച്ചി മെട്രോയ്ക്ക് 467.17 കോടി രൂപയുടെ സഹായം ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിൽ 161.79 കോടി വിദേശ സഹായമാണ്. ഫാക്ടിനായി 42.66 കോടിയും കൊച്ചി പ്രത്യേക സാമ്പത്തിക മേഖലയ്ക്ക് 6.80 കോടിയും കൊച്ചിൻ ഷിപ്പ്യാർഡിന് 41.10 കോടിയും
പോർട്ട് ട്രസ്റ്റിന് 27.84 കോടിയും അനുവദിച്ചിട്ടുണ്ട്. കൊച്ചി മേഖലയ്ക്ക് കൈത്താങ്ങായി മാറിയ ബജറ്റിൽ റബ്ബർ ബോർഡിന് 157.50 കോടി രൂപയുടെ സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോഫി ബോർഡിന് 121.80 കോടിയും കശുവണ്ടി വികസനത്തിന് 4 കോടിയും കയർ വികസനത്തിന് 82.35 കോടിയും തേയില ബോർഡിന് 117.50 കോടിയും സ്പേസസ് ബോർഡിന് സഹായധനം അനുവദിച്ചതും കേരളത്തിന് തുണയാകും. തുമ്പ വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന് 596.22 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് TCV. ബജറ്റിൽ മദ്യത്തിനും മൊബൈലിനും ടെലിവിഷനുമെല്ലാം വില കുറയുമെന്ന പ്രഖ്യാപനം. അതേസമയം സിഗരറ്റ്, കമ്പ്യൂട്ടർ എന്നിവയ്ക്ക് വില വർദ്ധിക്കും. മദ്യം, LCD, LED TV, ബാറ്ററി, സോപ്പ്, എണ്ണ ഉൽപ്പന്നങ്ങൾ, ചെരുപ്പ്, സോളാർ പാനലുകൾ, മൊബൈൽ ഫോൺ, ഫ്രിഡ്ജ്, പാക്കിംഗ് ഫുഡ് എന്നിവയ്ക്കാണ് വില കുറയുക. സിഗരറ്റിനും പുകയില ഉൽപ്പന്നങ്ങൾക്കും വില കുതിച്ചുയരും. 11% നികുതി ഉണ്ടായിരുന്ന സിഗരറ്റിന് 72% വരെയാണ് നികുതി വർദ്ധിപ്പിച്ചിട്ടുള്ളത്. കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് സാമഗ്രികൾ, സ്റ്റീൽ ഉൽപ്പന്നങ്ങൾ, റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ, ശീതള പാനീയങ്ങൾ, ആശുപത്രി ഉൽപ്പന്നങ്ങൾ, ഡയമണ്ട്. വാർത്തകൾ തുടരുന്നു. വ്യാജ സർട്ടിഫിക്കറ്റുകൾ നിർമ്മിച്ചു നൽകുന്ന സംസ്ഥാനാന്തര സംഘത്തിലെ 4 പേരെ തൃശൂർ വെസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തു. എടമുട്ടം സ്വദേശികളായ ചെറുമുളങ്ങാട്ട് തയ്യിൽ രാജേഷ്, രാജീവ്, പഴുവിൽ സ്വദേശി മാമ്പുള്ളി വീട്ടിൽ സ്കന്ദവത്സൻ, അഞ്ഞൂർ സ്വദേശി കുരിക്കുന്നത്ത് ഖാദർ എന്നിവരെയാണ് വെസ്റ്റ് CI TR രാജേഷ്, SI PP ജോയ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. മുംബൈ കേന്ദ്രീകരിച്ചുള്ള സംഘത്തിന്റെ മുഖ്യ കണ്ണികളായ പ്രതികൾ വിദേശത്തേക്ക് തൊഴിൽ അന്വേഷിച്ചു പോകുന്നവർക്കുള്ള ബിരുദാനന്തര യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റുകൾ ആവശ്യാനുസരണം നിർമ്മിച്ച് നൽകിയിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ആവശ്യക്കാരിൽ നിന്ന് 10,000 രൂപ ഈടാക്കിയാണ് വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ച് നൽകിയിരുന്നത്. കേസിൽ അറസ്റ്റിലായ 1ാം പ്രതി രാജേഷ് ഡ്രൈവിംഗ് ടെസ്റ്റിനോടനുബന്ധിച്ച് തൃശൂർ RTOക്ക് നൽകിയ സർട്ടിഫിക്കറ്റ് പരിശോധിച്ചപ്പോഴാണ് വ്യാജമാണെന്ന് കണ്ടെത്തിയത്. RTO നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ്. വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചു നൽകുന്ന സംഘത്തിൽ കൂടുതൽ പേർ ഉള്ളതായി അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ASI പ്രശാന്ത്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ MO നൈറ്റ്, CPOമാരായ K പ്രസാദ്, ടോണി വർഗീസ്, CA വിപിൻ എന്നിവർ പ്രതികളെ അറസ്റ്റ് ചെയ്ത സംഘത്തിൽ ഉണ്ടായിരുന്നു. തൃശൂർ നഗരത്തിൽ ഏർപ്പെടുത്തിയ ഗതാഗത പരിഷ്കാരത്തിന്റെ 2ാം ഘട്ടം ഈ മാസം 15-ന് പൂർത്തീകരിക്കുമെന്ന് മേയർ രാജൻ ചെപ്പല്ലൻ പറഞ്ഞു. പാട്ടൂരാക്കൽ പെരിങ്ങാവ് 2ാം ഘട്ട ഗതാഗത പരിഷ്കരണ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മേയർ. പ്രദേശവാസികളുടെയും പൊതുജനങ്ങളുടെയും യാത്രക്കാരുടെയും പ്രതിഷേധത്തെ തുടർന്നാണ് വൺ വേ സമ്പ്രദായങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്തിയുള്ള ഗതാഗത പുനഃപരിഷ്കാരം നടത്തുന്നത്. പ്രദേശവാസികളുടെ യാത്രാ ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിനായി പാട്ടൂരാക്കൽ മുതൽ ദേവമാതാ സ്കൂൾ വരെയുള്ള റോഡ് വീതി കൂട്ടും. ലൈറ്റ് മോട്ടോർ വാഹനങ്ങൾക്ക് ഈ റോഡ് വഴി ഗിരിജ തിയേറ്റർ പരിസരത്ത് നിന്ന് വൺ വേ ഒഴിവാക്കി പാട്ടൂരാക്കൽ ജംഗ്ഷനിൽ എത്തിച്ചേരാം. കൂടാതെ പൂർണ്ണമായും വൺ വേ ആക്കി മാറ്റിയ TUDA 4 വരി പാതയുടെ ഒരു വർഷത്തെ വൺ വേ സമ്പ്രദായം മാറ്റും. ഒപ്പം തന്നെ പെരിങ്ങാവിൽ നിന്നും മറ്റും ദയ ആശുപത്രിയിലേക്ക് വാഹനങ്ങൾ വരുന്നതിന് സൗകര്യവും ഒരുക്കിക്കൊടുക്കുമെന്നും മേയർ പറഞ്ഞു. റോഡ് വീതി കൂട്ടാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും കോർപ്പറേഷൻ ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇലക്ട്രിക് പോസ്റ്റ് തടസ്സമായി നിൽക്കുന്ന ഇലക്ട്രിക് പോസ്റ്റ്, ട്രാൻസ്ഫോമർ, ബസ് ഷെൽട്ടറുകളൊക്കെ ഇത് റോഡിന് തടസ്സമായി നിൽക്കുന്നതൊക്കെ നീക്കം ചെയ്യുകയും ഭൂമി സറണ്ടർ ചെയ്തിട്ടുള്ള ബിൽഡിംഗ് പണിയുമ്പോൾ കോർപ്പറേഷൻ സറണ്ടർ ചെയ്തിട്ടുള്ള എല്ലാ ഭൂമികളും തിരിച്ചു പിടിക്കാനും കോർപ്പറേഷൻ നടപടി സ്വീകരിക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ 15-ാം തീയതിക്കുള്ളിൽ പൂർത്തീകരിച്ച് 16-ാം തീയതി ഇങ്ങോട്ട് വൺ വേ പരിഷ്കാരത്തിന് മാറ്റം വരുത്തി ഈ പ്രദേശത്തുള്ള ഗിരിജാ തിയേറ്റർ വരെയുള്ളവർക്ക് തിരിച്ചു വരാനുള്ള ഒരു സംവിധാനമാണ് ഒരുക്കുന്നത്. PWDയുടെ കീഴിൽപ്പെട്ട റോഡുകളിലെ 2ാം ഘട്ട പരിഷ്കാരങ്ങളും കോർപ്പറേഷനാണ് ഏറ്റെടുത്തിട്ടുള്ളത്. PWDയിൽ ഇതിനായി വകയിരുത്താൻ ഫണ്ടില്ലാത്തതാണ് പ്രവർത്തന ചിലവ് കോർപ്പറേഷൻ ഏറ്റെടുക്കാൻ കാരണം. 2ാം ഘട്ട പൂർത്തീകരണത്തിന്റെ ഭാഗമായുള്ള ഇലക്ട്രിക് പോസ്റ്റ് മാറ്റൽ, റോഡ് വീതി കൂട്ടൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം 2ാം ഘട്ട ഗതാഗത പരിഷ്കാരങ്ങൾ പൂർത്തിയാക്കുന്ന പക്ഷം ഈ മാസം 16 മുതൽ പാട്ടൂരാക്കലിലെ പുറമ്പോക്ക് ഭൂമികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ കോർപ്പറേഷൻ തിരിച്ചെടുക്കുമെന്നും മേയർ പറഞ്ഞു. 2ാം ഘട്ട പ്രവർത്തനങ്ങൾ പാട്ടൂരാക്കൽ സെന്റർ മുതൽ നടന്നു കണ്ടാണ് മേയർ വിലയിരുത്തിയത്. ഡെപ്യൂട്ടി മേയർ PV സരോജിനി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ M ഉസ്മാൻ, ഡിവിഷൻ കൌൺസിലർ അഡ്വക്കേറ്റ് സ്മിനി ഷിജോ, കൌൺസിലർ ജയ മുത്തുപീടിക തുടങ്ങിയവരും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരും മേയർക്കൊപ്പം ഉണ്ടായിരുന്നു. ബാങ്ക് കവർച്ച കേസിലെ പ്രതിയെ കഞ്ചാവുമായി കുന്നംകുളം എക്സൈസ് പിടികൂടി. ചെറുശ്ശേരി സ്വദേശി കടവി വീട്ടിൽ ഷിബു ആന്റണിയെയാണ് 2 കിലോ കഞ്ചാവുമായി കുന്നംകുളം എക്സൈസ് ഇൻസ്പെക്ടർ മുഹമ്മദ് റിയാസും സംഘവും അറസ്റ്റ് ചെയ്തത്.
തമിഴ്നാട്ടിലെ കമ്പം തേനിയിൽ നിന്ന് കഞ്ചാവ് മൊത്തം വിലയ്ക്ക് വാങ്ങി ചെറുകിട കച്ചവടക്കാർക്ക് വിൽക്കുകയാണ് ഇയാൾ ചെയ്തിരുന്നത്. പിടിച്ചെടുത്ത കഞ്ചാവിന് ചില്ലറ വിൽപ്പന രംഗത്ത് 50,000-ഓളം രൂപ വില വരും. 80 കിലോ സ്വർണവും 25 ലക്ഷം രൂപയും കവർച്ച ചെയ്ത കേസിൽ 5.5 വർഷത്തെ ജയിൽവാസത്തിന് ശേഷം 10 മാസം മുൻപാണ് കഞ്ചാവ് വിൽപ്പനയിലേക്ക് ഇയാൾ തിരിയുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് പ്രതിക്ക് കഞ്ചാവ് എത്തിച്ചു നൽകുന്ന ആളെക്കുറിച്ച് എക്സൈസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. തൃശൂർ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ AK നാരായണൻകുട്ടിക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് വടക്കാഞ്ചേരി എക്സൈസ് CI P ബാബുവിന്റെ നിർദ്ദേശപ്രകാരം നടത്തിയ പരിശോധനയിലാണ് പ്രതി അറസ്റ്റിലായത്. കുന്നംകുളത്ത് വിദ്യാലയങ്ങളുടെ പരിസരത്ത് കഞ്ചാവ് വിൽക്കുന്നവരെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ചു വരികയാണെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. കഴിഞ്ഞ വർഷം കേരളത്തെ ഞെട്ടിച്ച ചേലമ്പ്ര ബാങ്ക് കവർച്ചാ കേസിലെ 2ാം പ്രതിയാണ് ഷിബു. പ്രതിയെ അറസ്റ്റ് ചെയ്ത സംഘത്തിൽ പ്രിവന്റീവ് ഓഫീസർ PS കൃഷ്ണരാജ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ TR സുനിൽ, CK ബാഷ്പജൻ, AA സുനിൽ, KR ഹരിദാസ്, VS സുരേഷ് കുമാർ, CA സുരേഷ്, K ചന്ദ്രൻ എന്നിവരും ഉണ്ടായിരുന്നു. വീടിന്റെ ടെറസിൽ കഞ്ചാവ് ചെടി നട്ടുവളർത്തിയ ഗൃഹനാഥനെ അന്തിക്കാട് എക്സൈസ് അറസ്റ്റ് ചെയ്തു. എറവ് ആറാംകല്ല് സ്വദേശി ചിറയത്ത് ആൻഡോയെയാണ് എക്സൈസ് ഇൻസ്പെക്ടർ TM മജുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. വീടിന് മുകളിൽ സിമന്റ് ചാക്കിൽ മണ്ണ് നിറച്ചാണ് 3 കഞ്ചാവ് തൈകൾ വളർത്തിയിരുന്നത്. 3 മാസമായി തൈകൾ വളർത്താൻ തുടങ്ങിയിട്ട്. എക്സൈസ് വിഭാഗത്തിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ചെടികൾ കണ്ടെത്തിയത്. കെട്ടിടം നിർമ്മാണ തൊഴിലാളിയാണ് ആന്റോ. പ്രിവന്റീവ് ഓഫീസർമാരായ CU ഹാരിഷ്, PP തിലകൻ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ KP രാജേഷ്, P ശശികുമാർ, KR ബിജു, KK വിജയൻ, PP ജയരാജ്, PP അരുൺകുമാർ എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. ഇടവേള. വാർത്തയിലേക്ക്. വിയൂർ സെൻട്രൽ ജയിലിൽ TP വധക്കേസിലെ പ്രതികൾ ഫോൺ വിളിച്ചതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നിർണായക ഘട്ടത്തിലേക്ക്. TP വധക്കേസിലെ പ്രതികൾ ജയിലിൽ നിന്ന് മൊബൈൽ ഫോണിൽ വിളിച്ചതുമായി ബന്ധപ്പെട്ട് CPM പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെ 22 പേരെ പേരാമംഗലം CI P അബ്ദുൽ മുനീറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം വെള്ളിയാഴ്ച ചോദ്യം ചെയ്യും. തലശ്ശേരിയിൽ വെച്ചാണ് 22 പേരെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യലിനായി വിധേയമാക്കുക. ഇവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ജയിലിൽ കഴിയുന്ന പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തും. കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി ഉണ്ടാവുക. അതേസമയം TP വധക്കേസിലെ പ്രതികളായ അണ്ണൻ സുജിത്ത്, മുഹമ്മദ് ഷാഫി, ട്രൗസർ മനോജ് എന്നിവർ ഉപയോഗിച്ച സിം കാർഡിന്റെ ഉടമ ബൈജു ശ്രീകാന്ത് കമലിനെ കൊല്ലത്ത് നിന്ന് പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിൽ എടുത്തു. ട്രെയിൻ യാത്രയ്ക്കിടെ നഷ്ടപ്പെട്ട ഫോണാണ് പ്രതികളുടെ കയ്യിൽ എത്തിയതെന്ന് ഒറീസ സ്വദേശി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ മാസം വിയൂർ സെൻട്രൽ ജയിലിലെ TP വധക്കേസിലെ പ്രതികളുടെ സെല്ലിൽ നിന്ന് മൊബൈൽ ഫോൺ കണ്ടെടുത്തതോടെയാണ് TP വധക്കേസിലെ പ്രതികളുടെ ഫോൺ വിളി പുറത്തുവന്നത്. 2000-ൽ അധികം തവണ പ്രതികൾ വിളിച്ചിരുന്നതായും അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. ജില്ലയിൽ പകർച്ചപ്പനിക്ക് പിന്നാലെ ചെള്ളുപനിയും റിപ്പോർട്ട് ചെയ്തു. മുളയം സ്വദേശിയായ കുട്ടിക്കാണ് ചെള്ളുപനി കണ്ടെത്തിയത്. ചെള്ളുപനി ബാധിച്ച കുട്ടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. എലികളിലും മുയലുകളിലും കാണുന്ന ക്രബ് പെപ്പസ് ചെള്ളുകളിൽ നിന്നാണ് രോഗം പിടിപെടുന്നത്. കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലങ്ങളിൽ താമസിക്കുന്നവർക്കാണ് ചെള്ളുപനി ബാധിക്കുന്നതെന്ന് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. മനുഷ്യന്റെ ശരീരത്തിൽ ചെള്ള് കടിച്ച സ്ഥലത്ത് കറുത്ത പാടുകൾ പ്രത്യക്ഷപ്പെടും. പനി, ശക്തമായ തലവേദന, പേശികളിൽ വേദന, ചുമ എന്നിവയാണ് ചെള്ളുപനിയുടെ രോഗലക്ഷണങ്ങൾ. രോഗബാധ കണ്ടെത്തിയാൽ മതിയായ ചികിത്സ ലഭ്യമാണെന്നും അധികൃതർ അറിയിച്ചു. പുതുക്കാട് സെന്ററിൽ ലോറിയിടിച്ച് വഴിയാത്രക്കാരൻ മരിച്ചു. പുതുക്കാട് പാഴായി തെക്കൂട്ട് പരമേശ്വരൻ മകൻ 50 വയസ്സുള്ള ശശിയാണ് മരിച്ചത്. അപകടത്തെ തുടർന്ന് നിർത്താതെ പോയ ലോറി ചാലക്കുടിയിൽ നിന്ന് ഹൈവേ പോലീസ് പിടികൂടി. വ്യാഴാഴ്ച പുലർച്ചെ 2ഓടെയായിരുന്നു അപകടം. മൃതദേഹം പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. ഗോൾഡ് ലൈൻ. ഗോൾഡ് ലൈൻ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ആടിമാസ പൂരമൊരുക്കി ലക്ഷ്മി സ്റ്റോഴ്സ്, നാഗ്നാൽ ജംഗ്ഷൻ, തൃശൂർ. ബ്രസീൽ അർജന്റീന സ്വപ്ന ഫൈനൽ പ്രതീക്ഷിച്ച ആരാധകർക്ക് നിരാശ ബാക്കിയായി. ഇഷ്ട ടീമുകളുടെ പ്രതീകാത്മക ഫൈനൽ ഒരുക്കി കാത്തിരുന്ന ആരാധകരാണ് യഥാർത്ഥത്തിൽ തോറ്റുപോയത്. ഈ ലോകകപ്പിന്റെ ഏറ്റവും വലിയ പ്രതീക്ഷയായിരുന്നു ബ്രസീൽ അർജന്റീന ഫൈനൽ എന്ന ആരാധകരുടെ എക്കാലത്തെയും ആഗ്രഹം.
ബ്രസീലിന്റെയും അർജന്റീനയുടെയും ആരാധക വൃന്ദം അത്തരമൊരു സാധ്യത യാഥാർത്ഥ്യമാകുമെന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്നു. എന്നാൽ സെമി ഫൈനലിൽ ജർമ്മൻ അശ്വമേധത്തിനു മുന്നിൽ ബ്രസീലിന്റെ നട്ടലൊടിഞ്ഞതോടെ അത്തരമൊരു സാധ്യത മങ്ങി. എന്നാൽ പിന്നെ ലൂസേഴ്സ് ഫൈനലിൽ ഒരുപക്ഷെ ബ്രസീൽ അർജന്റീന മുഖാമുഖം വരുമെന്നായി ആരാധകർ. സെമി ഫൈനലിൽ അർജന്റീന ടൈ ബ്രേക്കറിൽ ഹോളണ്ടിനെ തോൽപ്പിച്ചതോടെ ആ പ്രതീക്ഷയും അസ്തമിച്ചു. ബ്രസീൽ അർജന്റീന മുഖാമുഖം സംഭവിച്ചാൽ ലോക ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള രണ്ട് ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടുമെന്നതായിരുന്നു പ്രതീക്ഷ. എക്കാലത്തെയും ശത്രുക്കളായ ടീമുകളുടെ നേർക്കുനേർ പോരാട്ടം ആരാധകരുടെ ആഘോഷവും ആവേശവുമായി മാറുമായിരുന്നു. ഒപ്പം ലാറ്റിൻ അമേരിക്കൻ കേളിശൈലിയുടെ മകുടോദാഹരണമായ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള മത്സരത്തിന്റെ സൗന്ദര്യ കാഴ്ചകൾ കൂടി അത് വിളംബരം ചെയ്യുമായിരുന്നു. ഫ്ലക്സ് വാറുകൾ നടത്തി തെരുവിൽ മത്സരിച്ച ആരാധകർ സ്വപ്ന ഫൈനൽ സാധ്യമാകാതെ പോയതിന്റെ നിരാശയിലാണ്, പ്രത്യേകിച്ചും ബ്രസീൽ ആരാധകർ. ജർമ്മനിയുടെ ബോംബിങ്ങിൽ തകർന്ന് തരിപ്പണമായ ബ്രസീൽ ആരാധകരെ സംബന്ധിച്ച് എല്ലാ പ്രതീക്ഷകളും നഷ്ടമായി കഴിഞ്ഞു. ഇത്രയും വലിയ ആഘാതം താങ്ങാനാകാത്ത ആരാധകർ ബ്രസീലിന്റെ ലൂസേഴ്സ് ഫൈനലിനെ കാര്യമായി എടുക്കാൻ പോലും തയ്യാറായിട്ടില്ല. ഇത്തവണത്തെ ലോകകപ്പിന്റെ തുടക്കം മുതൽക്കേ ബ്രസീൽ അർജന്റീന സ്വപ്ന ഫൈനലിന്റെ പ്രതീകാത്മക മത്സരങ്ങൾ അരങ്ങേറിയിരുന്നു. ഇനി അത്തരമൊരു മുഖാമുഖത്തിനായി ഏറെക്കാലത്തെ കാത്തിരിപ്പ് വേണമെന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളിന്റെ സൗന്ദര്യ കാഴ്ചകൾ മാറ്റുരയ്ക്കുന്നതിനു പകരം ലാറ്റിൻ അമേരിക്കൻ യൂറോപ്യൻ ശൈലികളുടെ ഏറ്റുമുട്ടലിനായിരിക്കും ഫൈനലും ലൂസേഴ്സ് ഫൈനലും സാക്ഷ്യം വഹിക്കുക. യൂറോപ്യൻ ശക്തികളാണോ ലാറ്റിൻ അമേരിക്കൻ ശക്തികളാണോ അന്തിമ വിജയം കുറിക്കുക എന്ന ചോദ്യത്തിന് വരും ദിനങ്ങൾ മറുപടി പറയും. വേൾഡ് കപ്പ് ഡെസ്ക് TCV. ഇപ്പോൾ ബ്രസീലിൽ നടക്കുന്ന ലോകകപ്പ് ഫുട്ബോളിന്റെ വിശേഷങ്ങൾ നേരിട്ട് പങ്കുവയ്ക്കാനായി കല്യാൺ സിൽക്സ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ TS പട്ടാഭിരാമൻ ബ്രസീലിൽ നിന്ന് ടെലിഫോണിൽ ചേരുന്നു. സ്വാഗതം ശ്രീ പട്ടാഭിരാമൻ. വാശിയേറിയ സെമി ഫൈനൽ പോരാട്ടം നേരിട്ട് കാണാൻ സാധിച്ചതിൻ്റെ ആവേശത്തിലായിരിക്കും താങ്കൾ. എങ്ങനെയുണ്ട് ലോകകപ്പിന്റെ ആവേശം? ബ്രസീലിനേറ്റ പരാജയത്തിന്റെ ആഘാതത്തിൽ നിന്ന് ആരാധകർ മോചിതരായോ? നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പരാജയമായിരുന്നു. നമ്മൾ ആരും പ്രതീക്ഷിക്കാതെ മാത്രമല്ല, ബ്രസീലിയൻ ജനങ്ങൾ മുഴുവൻ വലിയ ആകാംക്ഷയോടും കൂടിയിട്ട് ആ വിജയം ആഹ്ലാദിക്കാൻ കാത്തിരിക്കുകയായിരുന്നു. വാസ്തവത്തില് ആ പരാജയം അവര് പൊട്ടിക്കരയായിരുന്നു. അവര് ആ രാജ്യസ്നേഹം നമുക്ക് കാണേണ്ടതാണ്. വാസ്തവത്തിൽ അവരൊക്കെ കരച്ചിലും റോഡൊക്കെ വിജനമായി. പരാജയപ്പെട്ടതിന് ശേഷം റോഡ് മുഴുവൻ വിജനമായി. ഇവിടുത്തെ ന്യൂസ് പേപ്പറിലൊക്കെ ബ്ലാക്കാണ്, ഫ്രണ്ട് പേജ് കംപ്ലീറ്റ് ബ്ലാക്ക് അടിക്കാതെ നടക്കാം. ആരാധകരെന്ന് പറഞ്ഞാൽ അത് കാണായിരുന്നു. ഇന്നലെ ബ്രസീലിയൻസ് വളരെ കുറവായിരുന്നു. അവരുടെ പരാജയം ഏറ്റുവാങ്ങിയിട്ട് ആ ഒരു വിഷമം അവർക്ക് കാണാനുണ്ട്. മാത്രമല്ല, ഒരു കളിച്ചിട്ടുള്ള ഒരു പരാജയം സാരില്ല. ഇതാ ഒരു ശരിക്കും പറഞ്ഞാല് ഒരു പരാജയം കളിച്ചു അതിനൊക്കെ തോറ്റാൽ ഇത്ര വിഷമം ഉണ്ടാവില്ല. ഇതിപ്പോ ഒരു ബ്രസീലിന്റെ ചരിത്രത്തിൽ 100 കൊല്ലത്തിനിടയിൽ കിട്ടിയ ഏറ്റവും വലിയ പരാജയം എന്നാണ് പത്രങ്ങൾ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇന്നലത്തെ കളി നേരെ മറിച്ച് അർജന്റീനയും ഹോളണ്ടുമായിട്ടുള്ള കളി വളരെ ശരിക്കും ആവേശകരമായിരുന്നു. വാസ്തവത്തിൽ ഈ അർജന്റീന ഈ സോപോളോ എന്ന് പറഞ്ഞ കളിക്കുന്ന വളരെ അടുത്താണ് തോന്നുന്നുണ്ട്. അപ്പോ ഒരു 50,000-ഓളം പേരും അർജന്റീനക്കാരായിരുന്നു സ്റ്റേഡിയത്തിൽ. സ്റ്റേഡിയം ഫുള്ളായിരുന്നു. 62,000 63,000 കൊള്ളുക. അതിന് 50,000 ബ്രസീലിയൻസ് ആയിരുന്നു. അത് ശരിക്കും പറഞ്ഞാല് ബ്രസീലിന്റെ അതേ ആവേശമായിരുന്നു ഇന്നലെ അർജന്റീനക്കാർക്ക്. അവർ ശരിക്കും വിജയം അവർ ശരിക്കും ആഘോഷിക്കുകയും ചെയ്തു. പല രാജ്യങ്ങളിൽ നിന്നുള്ള ജനങ്ങൾ ഒത്തുചേർന്ന് ഒരു ഗ്ലോബൽ വില്ലേജായി ബ്രസീൽ ഇപ്പോൾ മാറിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബ്രസീലിന്റെ സംസ്കാരവും ആഘോഷവും എത്രമാത്രം സവിശേഷമായിട്ട് കാണാൻ സാധിച്ചു? തീർച്ചയായിട്ടും ഒരു പന്തുകളിക്ക് ഉപരി ഇത് ലോകമെല്ലാം ഒന്നാണെന്നും ജനതകളെല്ലാം ഒന്നാണെന്നും തോന്നിക്കാവുന്ന, അല്ലെങ്കിൽ എല്ലാ ലോകം തന്നെ ഒരുമിച്ച് യുണൈറ്റ് ചെയ്യാൻ പറ്റാവുന്ന ഒരു മാർഗം കൂടിയാണ് വേൾഡ് കപ്പ് എന്ന് തോന്നിപ്പോയി. വാസ്തവത്തിൽ എനിക്ക് തോന്നുന്നു ഇന്ത്യക്കാരായിട്ട് ധാരാളം പേര് വന്നിട്ട് കേരളത്തിൽ കുറച്ച് പേരൊക്കെ ഇവിടെ പലർക്കും കാണാനുണ്ട്. പിന്നെ നമ്മുടെ സെലിബ്രിറ്റി അമിതാഭ് ബച്ചൻ, അഭിഷേക് ബച്ചൻ, ഷാറുഖ് ഖാൻ എല്ലാം ഇവിടെ ഉണ്ടെന്നാണ് മനസ്സിലായത്. ബ്രസീൽ ഇല്ലെങ്കിൽ കൂടി ഫൈനൽ മത്സരത്തിനുള്ള ഒരുക്കങ്ങൾ എത്രമാത്രം സജീവമാണ്? ബ്രസീലിന്റെ സംഘാടക മികവ് എത്രത്തോളം പ്രകടമായിട്ട് നമുക്ക് അവിടെ കാണാൻ സാധിച്ചു? ലൂസേഴ്സ് സെമിയിൽ വലിയൊരു ആവേശം മൊത്തമില്ല. പരാജയപ്പെട്ട ടീമുകൾ എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടല്ലോ. ഫൈനലിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയോ ഹോട്ടലുകളെല്ലാം ഇവിടുന്ന്
ഒരു മണിക്കൂർ ഫ്ലൈറ്റിൽ പോയാലാണ് റിയോ എത്തുക. അവിടെയാണ് ഫൈനൽ. അവിടെ എല്ലാ ഹോട്ടലുകളും ഫുള്ളായി. ഫുട്ബോൾ ആവേശം മനുഷ്യരിൽ മാത്രമല്ല മൃഗങ്ങളിലും പ്രകടമാകുന്നുണ്ട്. ഫുട്ബോൾ കളിക്കുന്ന റൂണി എന്ന പട്ടിക്കുട്ടിയുടെ അഭ്യാസ പ്രകടനങ്ങൾ കൗതുക കാഴ്ചയായി മാറുകയാണ്. മരത്താക്കര സ്വദേശിയും ഫുട്ബോൾ കളിക്കാരനും പരിശീലകനുമായ CP സുരേഷിന്റെ വീട്ടിലെ പട്ടിക്കുട്ടിയാണ് റൂണി. ഇംഗ്ലണ്ട് ടീമിലെ കളിക്കാരനായ റൂണിയുടെ പേരുള്ളതുകൊണ്ടാണോ എന്നറിയില്ല, ഫുട്ബോൾ ഈ പട്ടിക്കുട്ടിക്ക് ഹരമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. കേരളവർമ്മ കോളേജിലും പിന്നീട് സെവൻസ് മൈതാനങ്ങളിലും നിറഞ്ഞു നിന്ന സുരേഷ് എന്ന ഫുട്ബോൾ താരം പരുക്കുകളും ജീവിത പ്രതിസന്ധികളും മറികടന്ന് ഫുട്ബോൾ അക്കാദമി ആരംഭിച്ചപ്പോൾ തൻ്റെ പട്ടിക്കുട്ടിയെയും ഫുട്ബോളിൻ്റെ ബാലപാഠങ്ങൾ പരിശീലിപ്പിക്കുകയായിരുന്നു. സുരേഷിൻ്റെ മക്കൾക്കൊപ്പവും പരിശീലന കളരിയിലെ മറ്റു കുട്ടികൾക്കൊപ്പവും റൂണിയുണ്ടാകും. ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കുമെന്ന പഴഞ്ചൊല്ലിനെ അന്വർത്ഥമാക്കി റൂണി എന്ന പട്ടിക്കുട്ടിയും ഇപ്പോൾ ഫുട്ബോൾ കളിക്കാരനായി മാറുകയാണ്. ലോകകപ്പ് ഫുട്ബോളിൻ്റെ ആരവങ്ങൾ പടികടന്നു വന്നതോടെ സുരേഷ് തൻ്റെയും ഫുട്ബോൾ അക്കാദമിയുടെയും റൂണിയുടെയും പ്രകടനങ്ങളും ദൃശ്യങ്ങളും ക്യാമറയിൽ പകർത്തി യൂട്യൂബിലിട്ടതോടെ റൂണി താരമായി മാറി. റൂണി ആൻഡ് മീ എന്ന വീഡിയോയിലെ മിന്നുന്ന താരമായി ഈ പട്ടിക്കുട്ടി ലോകമെങ്ങുമുള്ള ഫുട്ബോൾ ആരാധകർക്ക് കൗതുക കാഴ്ച പകരുകയാണ്. ഗോൾഡ് ലൈൻ നിങ്ങൾക്കായി സമർപ്പിച്ചത് ആടിമാസ പൂരമൊരുക്കി ലക്ഷ്മി സ്റ്റോഴ്സ്, നാഗ്നാൽ ജംഗ്ഷൻ, തൃശൂർ. ബ്രസീൽ ഫുട്ബോൾ താരം നെയ്മറുടെ ചികിത്സ ഔഷധി ഏറ്റെടുക്കാമെന്ന് മുഖ്യമന്ത്രിയെയും ആരോഗ്യമന്ത്രിയെയും അറിയിച്ചതായി ഔഷധി ചെയർമാൻ ജോണി നെല്ലൂർ പറഞ്ഞു. ഔഷധി പഞ്ചകർമ്മ ആശുപത്രിയിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി ആരംഭിച്ച പ്രത്യേക ചികിത്സാ വിഭാഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നെയ്മറുടെ ചികിത്സ ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച് ഇനി തീരുമാനമെടുക്കേണ്ടത് സർക്കാരാണ്. നെയ്മർ കേരളത്തിൽ ചികിത്സയ്ക്ക് എത്തുമോ എന്ന് അറിയേണ്ടതുണ്ടെന്നും ജോണി നെല്ലൂർ കൂട്ടിച്ചേർത്തു. ഔഷധി പഞ്ചകർമ്മ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ KS രജിതൻ അധ്യക്ഷത വഹിച്ചു. സ്ത്രീകളിലെ വിളർച്ച അഥവാ അനീമിയ രോഗനിർണയ ക്യാമ്പിന്റെ ഉദ്ഘാടനം ചലച്ചിത്ര താരം രമാദേവി നിർവഹിച്ചു. കൗൺസിലർ പുല്ലാട്ട് സരളാദേവി മുഖ്യപ്രഭാഷണം നടത്തി. ഡോക്ടർ KB പ്രിയംവദ, സത്യഭാമ എന്നിവർ ക്ലാസുകളെടുത്തു. റിട്ടയേർഡ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KB പ്രിയമതയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രത്യേക ചികിത്സാ വിഭാഗത്തിൽ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2 മുതൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും ആയുർവേദ ചികിത്സ ലഭ്യമാക്കും. BJP സർക്കാരിന്റെ പൊതു ബജറ്റിൽ കേരളത്തെ അവഗണിച്ചെന്ന് വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന പ്രസിഡന്റ് ബിന്നി ഇമ്മട്ടി TCBയോട് പറഞ്ഞു. കേരളം മുന്നോട്ട് വെച്ച പല പദ്ധതികൾക്കും തുക വകയിരുത്തിയിട്ടില്ല. റെയിൽവേ ബജറ്റിലും കേരളത്തെ BJP സർക്കാർ അവഗണിക്കുകയാണ് ഉണ്ടായതെന്നും ബിന്നി ഇമ്മട്ടി പറഞ്ഞു. കേരളം പറഞ്ഞ തരത്തിലുള്ള ഒരു പ്രഖ്യാപനങ്ങളും ഈ ബഡ്ജറ്റിൽ കൊണ്ടുവരാൻ ആ BJP ഗവൺമെൻറ് സാധിച്ചിട്ടില്ല. ഫാക്റ്റും അതേപോലെ തന്നെ വിഴിഞ്ഞം പദ്ധതിയും അതേപോലെ തന്നെ ഒട്ടനേകം പദ്ധതികൾ, കേരളത്തിൻ്റെ പദ്ധതികൾക്ക് ഒരു പണം പോലും മാറ്റിവെക്കാതെ, അതേപോലെ തന്നെ സ്റ്റാറ്റ്യൂട്ടറി റേഷൻ സമ്പ്രദായത്തിന് ഒരു പണം പോലും മാറ്റിവെക്കാതെ, തൊഴിൽരഹിതരായവർക്കും അതേപോലെ തന്നെ മുഴുവൻ കാർഷിക മേഖലയ്ക്കും വ്യവസായ മേഖലയ്ക്കും കേരളത്തിൻ്റെ ഉണർവിന് പകരുന്ന ഒന്നും തന്നെ ഈ ബഡ്ജറ്റിൽ മാറ്റിവെച്ചിട്ടില്ല. ചേർപ്പ് പെരുമ്പുള്ളിശ്ശേരിയിൽ ആൾതാമസമില്ലാത്ത